നമസ്കാരം. ഇന്നലെ ശ്രീ സലിം കുമാറിന്റെ ശവസംസ്കാരത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾക്കിടെ വീട്ടുവളപ്പിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. വലിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അത് അദ്ദേഹത്തെ അവസാനമായിട്ടൊന്ന് കാണാനെത്തിയ ആളുകളുടെയോ അന്ത്യചുംബനം നൽകാനെത്തിയ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തിയവരുടെയോ ഒന്നും തിരക്കായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ഒരു ആവേശമായിരുന്നു. ആ ആവേശത്തിലുള്ള ഒരു തിരക്കായിരുന്നു അവിടെ കണ്ടത്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ദൃശ്യമായി തന്നെ മലയാളികൾക്ക് മാറിക്കഴിഞ്ഞു. കാരണം മരണവീടുകളിലെല്ലാം പ്രത്യേകിച്ച് സെലിബ്രിറ്റികളൊക്കെ ആരെങ്കിലുമാണ്, കലാകാരന്മാർ, പ്രമുഖരാരെങ്കിലും ഒക്കെയാണ് മരിക്കുന്നതെങ്കിൽ അവരുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ഒരു തിരക്ക് കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർ അനുഭവിക്കുന്നുണ്ട്. അവസാനമായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും പറ്റാതെ തിരിച്ചു പോയവരുണ്ട് ഈ അനാവശ്യ തിരക്കിനിടയിൽ. അപ്പോൾ ഇതൊരു പുതിയ വിഷയമല്ല. നമുക്ക് നടൻ ശ്രീനിവാസന്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന തിരക്കും അവിടെ നടന്ന സംഭവങ്ങളുമെല്ലാം ഇതുപോലെ തന്നെ വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്നലെ മലയാളിക്ക് അസ്വാഭാവികമായ ഒരു കാഴ്ച അവിടെ കണ്ടു. നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചു. എന്താണ്? സലിംകുമാറിന്റെ മകൻ, മൂത്ത മകൻ ചന്തു സലിംകുമാർ അവിടെ തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം ആകെപ്പാടെ നിയന്ത്രണം തെറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ്. 56-ാമത്തെ വയസ്സിലാണ് ശ്രീ സലിംകുമാർ വിട വാങ്ങിയത്. മരിക്കാനുള്ള സ്വാഭാവിക പ്രായമൊന്നും, സ്വാഭാവിക മരണത്തിനുള്ള പ്രായമൊന്നും അദ്ദേഹത്തിന് ആയിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അങ്ങേയറ്റം തകർന്നു നിൽക്കുന്ന മകൻ, അതിനിടയ്ക്ക് ഏറ്റവും അടുത്ത ആളുകൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. പോലീസിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അത്രത്തോളം തിരക്ക് അവിടെ വന്നപ്പോൾ പോലീസിനെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ മറികടന്ന് അദ്ദേഹം തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ വന്നു. അത് കണ്ടിട്ട് കുറെ ആളുകൾ കുറെ കമന്റ് എഴുതിയിട്ടുണ്ട്. അഹങ്കാരി, വിവരദോഷി, അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് തന്നെ നിനക്ക് നിന്റെ പട്ടിഷോ കാണിക്കണോ? അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആളാകാൻ നിൽക്കുന്നു, അവിടെ നിയന്ത്രിക്കാൻ പോലീസുകാരുണ്ടല്ലോ, നീ എന്തിനാ ആളാകുന്നത്? നീ കള്ളാണോ? നീ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ, അടിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആ മകനെ കുറിച്ച് പറയുന്നത്? അത്ഭുതം തോന്നി. കാരണം അച്ഛൻ്റെ വിയോഗത്തിൻ്റെ വേദന അറിഞ്ഞ ഒരാൾക്കും അങ്ങനെ ആ മകനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സ്വയം നമ്മൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. ആ ഒരവസ്ഥയിൽ പോലും ആ ദൃശ്യങ്ങൾ പകർത്താൻ എത്തുന്ന ആളുകളുടെ തിരക്ക് മൂലം നമുക്കൊന്ന് നേരെ നിന്ന് കാണാൻ പറ്റുന്നില്ല അവസാനമായിട്ട് ആ ഒരു മുഖം എന്നുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്കാർക്കെങ്കിലുമാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മളും പ്രതികരിക്കില്ലേ? ആ സമയത്ത് ചിലപ്പോൾ പോലീസ് നിയന്ത്രിച്ചോട്ടെ, അല്ലെങ്കിൽ അവർ നിയന്ത്രിച്ചോട്ടെ, ഞാനിങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട ആളാണ്, ഞാൻ മകനാണ്, ഞാനിങ്ങനെ അനങ്ങാതെ നിൽക്കണം, ഞാൻ അനങ്ങിയാൽ, ഞാൻ എന്തെങ്കിലും നിയന്ത്രിച്ചാൽ ആളുകൾ എന്തെങ്കിലും പറയും എന്നൊന്നും ആ സമയത്ത് ആരും വിചാരിക്കത്തില്ല. സ്വയം മൊത്തത്തിൽ തകർന്നടിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അദ്ദേഹം ആളുകളോടെല്ലാം നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, മാറി നിൽക്കൂ എന്ന് എല്ലാവരോടും ആക്രോശിച്ചിട്ട് സ്വന്തം അമ്മയെ കെട്ടിപ്പിടിച്ച് നിന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇങ്ങനെയൊക്കെ മാറിയിരുന്ന് മറ്റുള്ളവരെ മരണവീട്ടിൽ പോലും നടക്കുന്ന കാഴ്ചകളൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് അതിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്? ഇതിനു മുമ്പ് നടൻ ശ്രീനിവാസന്റെ മരണസമയത്ത് ധ്യാൻ ശ്രീനിവാസൻ പിണറായി വിജയൻ വന്നപ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു അന്നൊരു വിവാദം. അപ്പോൾ ഒരാളുടെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റും ആരൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ വരുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, ഇതൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. അവർ ലോകം തന്നെ മറന്നു നിൽക്കുന്ന ഒരവസ്ഥ, കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മുടെ അച്ഛൻ മരിക്കുമ്പോൾ. ആ വേദന അനുഭവിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും, അല്ലാത്തവർക്ക് ഒരുപക്ഷെ അത് സങ്കല്പിക്കാൻ പറ്റില്ലായിരിക്കും. അതുകൂടാതെ മറ്റൊരു കാഴ്ച കണ്ടത്, കുറേ ആളുകൾ സെൽഫിക്ക് വേണ്ടി നടൻ ദിലീപിൻ്റെയും നാദൃശയുടെയും ടിനി ടോമിൻ്റെയൊക്കെ പിന്നാലെ പായുന്നു. ആ ദിലീപ് ഒന്നും ഒരു പുഞ്ചിരി പോലും, അവരുടെയൊക്കെ മുഖത്ത് അത്രത്തോളം ദുഃഖമാണ്. നമുക്ക് എല്ലാവർക്കും ദുഃഖമാണ് അല്ലേ? ചിലപ്പോൾ കുറേ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മാത്രമായിരിക്കും ഓർമ്മയിലുള്ളത്. മണവാളൻ, കണ്ണൻ ശ്രാങ്ക് തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ അതോർത്തായിരിക്കും കാണാൻ വരുന്നത്. പക്ഷേ അതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ അറിയാവുന്ന, ഒരു ബന്ധു എന്ന നിലയിൽ, നല്ലൊരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള ധാരാളം ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിൽ അവരൊക്കെ വേദനിച്ച് തകർന്ന് നിൽക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ചെന്ന് ദൃശ്യങ്ങൾ പകർത്താൻ തള്ളുകൂട്ടുന്ന ആളുകളെയും സെൽഫി എടുക്കാൻ സെലിബ്രിറ്റികൾക്ക് പുറകെ പായുന്ന ആളുകളെയും ഒക്കെ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ദിലീപിൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് നിന്ന് ദിലീപൊക്കെ അനങ്ങാതെ നിൽക്കുകയാണ് ദുഃഖത്തോടെ. മുന്നിൽ ചെന്ന് നിന്ന് എന്നിട്ടും അങ്ങനെ നിൽക്കുന്ന ആളോടൊപ്പം സെൽഫി എടുത്തിട്ട് പോവുകയാണ്.
മലയാളികൾ തന്നെയാണോ ഇവർ? നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. ഒരു ആ മരിച്ചു കിടക്കുന്ന ശരീരത്തിന് ഒരു മര്യാദ കൊടുക്കണ്ടേ, ഒരു ബഹുമാനം കൊടുക്കണ്ടേ? നമ്മൾ എന്തിനാണ് കൂപ്പുകൈയോടുകൂടി മൃതശരീരത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന മര്യാദയാണ്, ബഹുമാനമാണ്. അതിൽ മാത്രമല്ല, അവിടെ മൗനം പാലിക്കണം, പരമാവധി നിശബ്ദരായിട്ട് നിൽക്കണം. ഒരാൾ വിട്ടു പിരിയുകയാണ്, അവസാനമായിട്ടാണ് അയാളുടെ ഭൗതിക ശരീരം നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പരമാവധി അവിടെ മര്യാദ പാലിക്കണം എന്നുള്ളതാണ്. റിനി ആൻ ജോർജ് എന്നൊരു സെലിബ്രിറ്റി അവിടോട്ട് വന്നിറങ്ങി. അവർക്കാണെങ്കിൽ ആരെ കണ്ട് ചിരിക്കണം, ആരെ നോക്കണം, ആരെ നോക്കി ഹായ് പറയണം എന്നൊന്നും അറിയാതെ അങ്ങ് വല്ലാത്തൊരു പരിഭ്രാന്തിയായിരുന്നു കേട്ടോ. 32 പല്ലും പുറത്ത് കാണിച്ച് ചിരിച്ചു മറിഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഏതോ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളെ പോലൊക്കെയാണ് ഒരു മരണ വീട്ടിൽ, അതും ഇത്രയും അധികം ആളുകൾ ദുഃഖത്തിലായിരുന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്നത്. അങ്ങനെ കുറേ എണ്ണങ്ങൾ മുതലെടുക്കുന്നു. കുറേ ആളുകളെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ കുറേ ആളുകളെ കാണിക്കാൻ വേണ്ടി വരുന്നു. ഞാൻ വലിയ മറ്റേ ആളാണ്, ഞാനും എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം പാറി പറന്ന് നടക്കുകയാണ്. എല്ലാവരെയും ഹായ് പറഞ്ഞുകൊണ്ട് ചിരിച്ച് പരിചയം പുതുക്കിയൊക്കെ നടക്കുകയാണ്, ഒരു കല്യാണ വീട്ടിൽ ചെല്ലുന്നത് പോലെ. എങ്ങനെ ഇവരെ കൊണ്ടൊക്കെ സാധിക്കുന്നതെന്നറിയില്ല. അതുമല്ലാതെ ഒരു വിവരദോഷി ശ്രീ വി ഡി സതീശൻ അങ്ങോട്ട് കയറി ചെന്ന സമയത്ത് കോൺഗ്രസിന്റെ ഷാള് അണിയിക്കാൻ വേണ്ടി ചെല്ലുന്നു. ഉടൻ തന്നെ ബലം പ്രയോഗിച്ചാണ് വി ഡി സതീശൻ അത് പിടിച്ചു മാറ്റിയത്. ഒരു യുക്തിയില്ല, വിവേകമില്ലേ മനുഷ്യർക്ക്? എവിടെ എന്ത് ചെയ്യണമെന്ന് വന്ന് ആർക്കും അറിയില്ല. അവിടെ ഉടനെ പാർട്ടിയുടെ ബലം കാണിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. ഷാൾ അണിയിക്കാൻ പോകുന്നു. ഒരു മരണവീടാണ്. സത്യത്തിൽ ഒരു മരണവീട്ടിൽ ചെന്നാൽ, ഒരു മൃതശരീരത്തിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നു പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും വരുന്ന അവസ്ഥയാണ് നാളെ. മരണത്തിന് വലിയവനെന്നോ ചെറിയവനെന്നോ പ്രശസ്തനെന്നോ അല്ലാത്തവനെന്നോ ഒന്നും യാതൊരു ഭേദവുമില്ല. എല്ലാവരുടെയും അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കും. നിശ്ചലായിട്ട് നമ്മൾ കിടക്കുന്നു, ചുറ്റും കുറേ ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മൾ ചിരിപ്പിച്ചിട്ടുള്ളവർ, നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളവർ, നമ്മൾ സഹായിച്ചിട്ടുള്ളവർ, നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, അവരൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ നമ്മൾ കെട്ടിപ്പടുത്തുയർത്തിയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും, അവസാനം പിരിയുന്ന സമയത്ത് നമ്മളിതൊന്നും കൊണ്ടുപോകുന്നില്ല. നമുക്ക് ആരെങ്കിലും ധരിപ്പിച്ചു തരുന്ന ആ ഒരു വസ്ത്രം ധരിപ്പിച്ചു തന്നാൽ അതുമായിട്ട് പോകുന്നു. കത്തി എരിയുമ്പോൾ അല്ലെങ്കിൽ മണ്ണിൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഈ തിരിച്ചറിവുകൾക്കൊക്കെ കൂടി വേണ്ടിയിട്ട് മരണവീടുകൾ അല്ലെങ്കിൽ മൃതശരീരങ്ങൾ കാണുന്ന സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം, അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയല്ല. പിന്നെ ഇങ്ങനെ ആ മകനെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ എന്ത് പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മനസ്സിലാക്കൂ. ആ സമയത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കും ഞാൻ ചിലപ്പോൾ കള്ളം പറയുന്നതാണെന്ന്. ഇങ്ങനെയൊക്കെ ആര് പറയാനാണ് എന്ന് കുറേ നിഷ്കളങ്കരെങ്കിലും ചിന്തിക്കും. അതിലിട്ടിരിക്കുന്ന കമൻറ്റുകളാണ്: അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഷോ കാണിക്കുന്ന മകൻ, എത്ര പേർ അവരെ വിളിക്കുന്നു, അവനൊന്നും കേൾക്കുന്നില്ല, അച്ഛൻ്റെ വില കളയാൻ ഒരു മകൻ, അച്ഛൻ്റെ വില നശിപ്പിക്കും ഇവൻ, ഇത്രയ്ക്ക് അഹങ്കാരം വേണോ, ഇത്തിരി മര്യാദയ്ക്ക് പറയത്തില്ലേ, ഈ ചെറുക്കന് വിവരമില്ലേ, ശ്രീനിവാസൻ്റെ മക്കളെ കണ്ടുപഠിക്ക്. അങ്ങനെ ഒരുപാട്. സലിംകുമാറിനെ ആളുകൾ കാണാൻ വന്നത് സലിംകുമാർ ഒരു നടനായിരുന്നത് കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്. അവിടെ ആരും കല്യാണത്തിൻ്റെ സദ്യ കഴിക്കാൻ വന്നതല്ല, ഒരു നോക്ക് കാണാൻ വന്നതാണ്. ഒരു നോക്ക് കാണാൻ വന്ന ആളുകളെയൊന്നുമല്ല അദ്ദേഹം നിയന്ത്രിച്ചത്, ആ മകൻ നിയന്ത്രിച്ചത്. അവിടെ തള്ളിക്കൂടിയ ഈ മീഡിയക്കാരെ ആദ്യം എല്ലാത്തിനും നിയന്ത്രിക്കണം. ഗേറ്റിനപ്പുറത്തോട്ട് ഒരെണ്ണത്തിനും കയറ്റരുത്. ഒഫീഷ്യലായിട്ട് വീഡിയോ പകർത്താൻ വേണ്ടി, ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റാത്ത ആളുകളൊക്കെ കാണും, വിദേശത്തൊക്കെ ഉള്ളവർ, അവർക്ക് വേണ്ടി ഒരു മീഡിയ മാത്രം, ഒരു ക്യാമറ മാത്രം അവിടെ പ്രവേശിക്കുക. ബാക്കി ഒരു സമാധാനം വേണ്ടേ? മരണവീട്ടിൽ സ്വസ്ഥമായിട്ട് അവർക്കൊന്ന് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ? ആ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഒന്ന് കരയണ്ടേ, പൊട്ടിക്കരയണ്ടേ? അവർക്കൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണ്ടേ? അതിനുപോലും കഴിയാത്ത വിധത്തിൽ അവിടെ തിരക്കാണ്. എനിക്ക് തോന്നുന്നത് ഈ മൃതശരീരത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുക എന്നതോടൊപ്പം തന്നെ അവിടെ വരുന്ന സെലിബ്രിറ്റികളുടെ ദൃശ്യങ്ങൾ കൂടി മാക്സിമം പകർത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്നിട്ട് അത് വിറ്റ് മാക്സിമം കാശാക്കുക. നിറകണ്ണുകളോടെ ജയറാം എത്തി, പൊട്ടിക്കരഞ്ഞു ടിനി ടോം, മിണ്ടാതെ അടുത്ത് നിന്ന് മാറാതെ രമേശ് പിഷാരടി എന്നൊക്കെ പറഞ്ഞ് ഓരോ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഓരോരുത്തരുടെ വീഡിയോ അവർ ഓരോ വീഡിയോ പ്രത്യേക വീഡിയോ ആയിട്ട് ഇറക്കുകയാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ്. എന്ത് കാര്യത്തിനാണ്? ഒരു മരണം വിറ്റ് പൈസ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ സലിംകുമാറിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോയും ചെയ്യില്ല എന്ന് വിചാരിച്ച ആളാണ്. കാരണം
ഒന്നും പറയാനില്ല നമുക്ക്. ചില വിഷയങ്ങളൊന്നും ഒന്നും പറയാനില്ല. ഇപ്പോഴും ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു സിനിമ ഇട്ട് കണ്ടാൽ ഇവരുടെയൊക്കെ സിനിമകളായിരിക്കും. എത്രയോ കഥാപാത്രങ്ങൾ മറക്കാതെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും ഒക്കെ കൂടുതൽ സമയം ഇരുന്ന് സംസാരിച്ചിട്ട് എന്തിനാണ്? ഇനി എന്ത് പ്രയോജനമാണ്? ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചത് അത്രത്തോളം ആളുകൾ ആ മകനെ പിന്നെയും വേട്ടയാടുന്നത് കണ്ടുകൊണ്ടാണ്. കുറച്ച് മര്യാദയുള്ളവരാകുക, മനസാക്ഷിയുള്ളവരാകുക.